വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ് 20,000 രൂപയിൽ താഴെ പ്രീമിയം സെഗ്മെന്റ് ഫംഗ്ഷനോട് കൂടിയുള്ള ഒരു കർവ് ഡിസ്പ്ലേ ഉള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ മെയ്ഡ് കമ്പനി ആയിട്ടുള്ള ലാവയുടെ ഭാഗത്ത് നിന്നും ലാവ ബ്ലസ് കർവ് 5G എന്ന് പറയുന്ന ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ വന്നിരിക്കുകയാണ്. മാർച്ച് 5-ാം തീയതി ആയിരുന്നു ലോഞ്ച്. നിങ്ങൾ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും മാർച്ച് 11-ാം തീയതി മുതൽ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആണ്. എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ആണ് ലാവ ബ്ലസ് കർവ് 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ലാവ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വെയിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ലാവയുടെ ഈ ഒരു മൊബൈലിന്റെ ഡിസൈൻ വശങ്ങളിലേക്ക് നോക്കി കഴിയുകയാണെങ്കിൽ ബാക്കും ഫ്രണ്ടും നമുക്ക് കർവ് ഡിസൈനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോണിന് ബ്ലാസ് കർവ് 5G എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 189 ഗ്രാം ആണ് ലാവ ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. HDR10ഉം HDR10+ഉം സപ്പോർട്ട് വരുന്നുണ്ട്. 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും 800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും നമുക്ക് ലാവ ബ്ലസ് കർവ് 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ലാവ തരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ 2 എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ട് ഡിസ്പ്ലേക്ക് ലാവ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബാക്ക് വരുന്നത് ഗ്ലാസ് ആണ്. ഈ ഒരു ബാക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഗർല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ലാവ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ OS-ലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ Android 13-ലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. അത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് തോന്നിയത്. ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണും Android 14-ആണ് വരുന്നത്. പക്ഷേ വിഷമിക്കേണ്ട യാതൊരുവിധ തരത്തിലുള്ള ആവശ്യവും വരുന്നില്ല. ലാവ ഈ ഒരു മൊബൈൽ ഫോണിന് 2 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ് 3 കൊല്ലത്തേക്കും ലാവ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ Android 14ഉം Android 15ഉം നമുക്ക് ഈ ഒരു മൊബൈലിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ചിപ്സെറ്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ലാവ നമുക്ക് തന്നിരിക്കുന്ന MediaTekന്റെ Dimensity 70506nm ഒരു ചിപ്സെറ്റ് ആണ് വരുന്നത്. 20,000 രൂപയിൽ താഴെ വരുന്ന ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നല്ല പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് Dimensityയുടെ 7050 എന്ന് പറയുന്ന ഈ ഒരു ചിപ്സെറ്റ്. മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 2 മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 8128 8256 എന്ന് പറയുന്ന 2 വേരിയന്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട്. ഈ ഒരു 2 വേരിയന്റ് തമ്മിൽ ഏകദേശം 1500 അല്ലെങ്കിൽ 2000 രൂപയുടെ മാത്രം വ്യത്യാസമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 128 GB ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും 256ലേക്ക് അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലാവ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. മെയിൻ ക്യാമറ ആയിട്ട് 64 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിളിലുള്ള ഒരു ക്യാമറയാണ് വരുന്നത്. ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് വരുന്നുണ്ട്. അൾട്രാ വൈഡ് ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മൈക്രോ ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് വരുന്നത്. LED ഫ്ലാഷ്, പനോരമ, HDR ഇതെല്ലാം സപ്പോർട്ട് വരുന്നുണ്ട്. 4Kയിൽ 30 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. 180ലും 30 FPS തന്നെ 64 മെഗാ പിക്സലിന്റെ ഈ ഒരു മെയിൻ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ലാവ തരുന്നുണ്ട്. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. 180യിൽ 30 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ലാവ നമുക്ക് വേണ്ടി ഈ ഒരു ക്യാമറ വഴി തരുന്നുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ലൗഡ് സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത്. 3.5mm ഒരു ഓഡിയോ ജാക്ക് വരുന്നില്ല. പക്ഷേങ്കിൽ ടൈപ്പ് സിയിൽ നിന്നും 3.5mm ഒരു ഓഡിയോ ജാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കേബിൾ മൊബൈൽ ഫോണിനോട് ഒപ്പം തന്നെ ലാവ തരുന്നുണ്ട്. ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് വരുന്നത് അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ് ചെയ്യാൻ പറ്റുന്നുമുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ലാവ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. 33 വാട്ടിന്റെ വയർഡ് ചാർജർ വരുന്നുണ്ട്. C2C ചാർജിംഗ് കേബിൾ ആണ് ഇതിനൊപ്പം വരുന്നത്. ഏകദേശം 30 മിനിറ്റ് കൊണ്ട് 50%വും 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 100% ആകുമെന്നാണ് ലാവ അഡ്വർടൈസ്മെന്റിലൂടെ പറയുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ കളർ വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ അയൺ ഗ്ലാസ് ആൻഡ് വേർഡിയൻ ഗ്ലാസ് എന്ന് പറയുന്ന 2 കളർ മോഡലുകളാണ് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ പോകുന്നത്. മാർച്ച് 5-ാം തീയതി ആയിരുന്നു ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ച് എന്ന് പറയുന്നത്. മാർച്ച് 11 കൂടിയുള്ള മാർക്കറ്റിലെ എല്ലാവർക്കും ലാവ ബ്ലസ് കർവ് 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ വില വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. 17,999 രൂപ മാത്രമാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എന്തുകൊണ്ടും വാങ്ങാൻ പറ്റിയ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള മികച്ച പെർഫോമൻസോട് കൂടിയുള്ള ഒരു മൊബൈൽ ഫോണാണ് ലാവ ബ്ലസ് കർവ് 5G എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ. ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും മൊബൈൽ ഫോൺ കിട്ടുമോ എന്ന് നിങ്ങളുടെ ഉചിതമായിട്ടുള്ള തീരുമാനം നോക്കി മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദയവ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.